ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു ദൈവവേദലിനെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? വേഷത്തിലൂടെ ഒരിക്കലും ഒരു ദൈവവേദലിനെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. ക്ലീൻ ഷേവ് ചെയ്തതുകൊണ്ടോ, ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വർജിച്ചതുകൊണ്ടോ, വെള്ള വസ്ത്രം ധരിച്ചതുകൊണ്ടോ ഒരു വ്യക്തി ദൈവ പൈതൽ ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവ പൈതൽ അല്ലാത്തവർക്കും അങ്ങനെയൊക്കെ ലളിത ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വസ്ത്രധാരണം ചെയ്യുവാനും പലതും വർജിച്ച് ജീവിക്കുവാനും കഴിയുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തി ദൈവ പൈതൽ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ യോഹന്നാൻ്റെ ലേഖനത്തിൽ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 29-ാമത്തെ വചനം മുതൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നീതി ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്ന് വചനം ഉറപ്പു തരുന്നു. അനീതി ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകം. പലരും സമ്പന്നരാകുവാനും കാര്യസാധ്യം പ്രാപിക്കുവാനും വേണ്ടി ചെയ്യുന്നതെല്ലാം അനീതിയാണ്. അനീതിയുടെ കൂലി കൊതിക്കുന്നവരാണ് പലരും. അനീതി കൊണ്ട് സമ്പാദിക്കുന്ന സ്ഥാനമാനങ്ങളും പദവികളും കൈയടക്കി വച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ആത്മീക മേഖലകളിലുമുണ്ട്. എന്നാൽ അനീതി ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, നീതി ചെയ്യുന്നവനാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മ നമ്മോട് പറയുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നാം വീണ്ടും ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അതിൻ്റെ അർത്ഥം ഒരിക്കലും അവൻ പാപം ചെയ്യുന്നില്ല എന്ന നിലയിലല്ല, പാപത്തിൽ തുടരുന്നില്ല എന്നതാണ്. ഒരു വ്യക്തി ആവർത്തിച്ച് ഒരു പാപം തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ ആ വ്യക്തി പരാജയപ്പെട്ടവനാണ്. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ പാപത്തിൽ തുടരുന്നവനല്ല. അവനറിയാതെ അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപം ചെയ്തു പോയാൽ ഉടനടി കർത്താവിനോട് ക്ഷമ ചോദിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവൻ കഴുകൽ പ്രാപിക്കുകയും ചെയ്യും. മാത്രമല്ല, ആ പാപം പിന്നത്തേതിൽ ചെയ്യാതിരിപ്പാൻ ജാഗ്രതയുള്ളവനാകുകയും ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ. എന്നാൽ ഇന്ന് അതാണോ പലരുടെയും അവസ്ഥ? ഇന്നലെ ചെയ്ത പാപം ഇന്നും ചെയ്യുന്നു, നാളെയും അത് ചെയ്യുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത ഒരു ജീവിതം വീണ്ടും ജനിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നവർ തുടരുന്നുവെങ്കിൽ ആ വീണ്ടും ജനനത്തിൽ നാം സംശയിക്കേണ്ടതുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകൻ ആകുന്നു എന്നുള്ളതിൻ്റെ അടുത്ത തെളിവാണ് അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് തുളുമ്പുന്ന സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹം തണുത്തു പോകുന്ന മനുഷ്യൻ സ്വാർത്ഥനാകുന്ന ഒരു ലോകത്തിൽ ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാൻ കഴിയുന്ന നിലയിൽ സ്നേഹത്തിൻ്റെ നിറവനുഭവിക്കുന്ന വ്യക്തികളെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ പകയ്ക്കുവാൻ ഒരിക്കലും കഴിയുന്നതല്ല, വെറുക്കുവാൻ കഴിയുന്നതല്ല. അത് നാം വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം
4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ജയിക്കുന്നവനാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. ഇന്ന് പലരും തോറ്റവരാണ്. തോൽവി മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലല്ല, തോറ്റത് പാപത്തിൻ്റെ മുമ്പിലാണ്, മോഹങ്ങളുടെ മുമ്പിലാണ്. ജയിച്ചടക്കുവാൻ കഴിയാത്ത പല ജഡസ്വഭാവങ്ങളുടെയും മുമ്പിൽ തോറ്റുപോയവരാണ് പലരും. നാം ഏതിൻ്റെ മുമ്പിൽ തോറ്റിരിക്കുന്നുവോ അതിനടിമകൾ ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം നമ്മെ വിളിച്ചത് തോൽക്കുവാനല്ല, ജയിക്കുവാനാണ്. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം ദൈവം നൽകും. നമ്മുടെ ജീവിതത്തിൽ നാം ലോകത്തെ ജയിച്ചിട്ടില്ല എങ്കിൽ, പാപത്തെ ജയിച്ചിട്ടില്ല എങ്കിൽ, സാത്താൻ്റെ പ്രവൃത്തികളെ ജയിച്ചിട്ടില്ല എങ്കിൽ, ജഡമോഹങ്ങളെ ജയിച്ചിട്ടില്ല എങ്കിൽ, നാം വീണ്ടും ജനിച്ചു എന്ന് നമുക്ക് എങ്ങനെ ദൈവവചനത്തിന് മുമ്പിൽ പറയുവാൻ സാധിക്കും? ദൈവത്തിൽ നിന്ന് ജനിച്ചതെല്ലാം ലോകത്തെ ജയിക്കും. അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്നാണോ ജനിച്ചത് എന്ന് ഈ വചനത്തിന് മുമ്പിൽ പരിശോധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നാം യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകണം. കാരണം വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും ജനിക്കാത്ത വ്യക്തി ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുവാൻ കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ